Hi, welcome back to Thajus Curryworld. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ബിരിയാണിയുടെ കൂടെയും അതേപോലെ മന്തിയുടെ കൂടെയൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ചമ്മന്തിയുടെ റെസിപ്പിയാണ്. നല്ല കളർഫുൾ നല്ല ടേസ്റ്റിയാണ് ഇത്. സാധാരണ നമ്മൾ ബിരിയാണിക്കൊക്കെ സെർവ് ചെയ്യുന്നത് പുതിന ചമ്മന്തി അല്ലേ. ഇതാകുമ്പോൾ കുറച്ചും കൂടെ കളർഫുളും നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഒന്ന് വെറൈറ്റി ആയിട്ടുള്ള ചമ്മന്തി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ആ താഴെ കാണുന്ന ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ കാണാം, അതിലൊന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ഓൺ ആക്കി കൊടുക്കുക. എന്നാൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാണാൻ പറ്റും. ഇതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പം ഞാൻ ഇവിടെ ഒരു ഹാഫ് ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്, പിന്നെ 1 കപ്പ് തേങ്ങ, ചെറിയ ഉള്ളി ഒരു 4-5 എടുക്കുക, അതേപോലെ തന്നെ 5 പുതിന ഇല, കുറച്ച് മാത്രം പുതിന ഇല മതി, അതിൻ്റെ ഒരു ചെറിയൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ചെറിയൊരു പീസ് ഇഞ്ചി, പിന്നെ കുറച്ച് കറിവേപ്പില. ഇനി ഇതിലേക്ക് പുളിയൊക്കെ ആവശ്യമായിട്ട് കുറച്ച് ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഹാഫ് ലെമൺ എടുത്തിട്ടുണ്ട്. ലെമൺ ജ്യൂസിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ വിനാഗിരി ഉപയോഗിക്കാം. ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് മിക്സീൻ്റെ ബ്ലെൻഡറാണ് എടുക്കേണ്ടത്, സാധാരണ നമ്മൾ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ബ്ലെൻഡർ. ഇനി ഇതിലോട്ട് ഫസ്റ്റ് ഇതേപോലെ ബീട്രൂട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതിട്ട് കൊടുക്കുക. പച്ചമുളക്, ഇഞ്ചി, ചെറിയ ഉള്ളി, പുതിന ഇല, കറിവേപ്പില എന്നിവ ഇട്ട് നന്നായിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് പൊടിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ സാധാ ചമ്മന്തിയൊക്കെ പൊടിക്കുന്ന രൂപത്തിൽ തന്നെ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് പിന്നെ ഓണാക്കി ആ ഒരു രൂപത്തിൽ തന്നെ പൊടിച്ചെടുക്കുക. ഈ ഒരു രൂപത്തിൽ ഒന്ന് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്, അധികം പൊടിയേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് അധികം അരക്കാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് കറക്കുക മാത്രം ചെയ്താൽ മതി. കാരണം ഇത് അരഞ്ഞ രൂപത്തിലല്ല നമുക്ക് വേണ്ടത്, ജസ്റ്റ് ഒന്ന് ഒരു പൊടിഞ്ഞ ആ ഒരു രൂപത്തിൽ, ചമ്മന്തിൻ്റെ ആ ഒരു രൂപത്തിലാണ് വേണ്ടത്. ഇതാ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തേങ്ങ ഇട്ടതിന് ശേഷം ഒറ്റൊരു പ്രാവശ്യം മാത്രമേ കറക്കാവൂ, അധികം കറക്കരുത്. ഇത് നല്ല അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കുറച്ച് ഉപ്പോ അല്ലെങ്കിൽ പുളിയോ വേണമെങ്കിൽ അതിനനുസരിച്ച് കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വെക്കണം. ബീട്രൂട്ടിൻ്റെ ആ കുത്തലോ അങ്ങനെ ഒന്നുമില്ല, നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ബിരിയാണിക്കും മന്തിക്കൊക്കെ കൂടെ സൈഡ് ഡിഷായിട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. നല്ലൊരു അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.